നമുക്കിന്ന് ഒരു തക്കാളിച്ചാറുണ്ടാക്കാം. സിമ്പിളായിട്ടുള്ളൊരു തക്കാളിച്ചാറാണ്. തക്കാളി തേങ്ങ പിഴിയുന്നതിന് പകരം നമ്മൾ ചെറുതായിട്ടൊന്ന് വറുത്ത് ഒന്ന് ചൂട് കയറ്റിയിട്ട്, വറുത്തല്ല ചൂട് കയറ്റിയിട്ട് നമ്മളത് മിക്സിയിൽ ചൂടാറിയ ശേഷം മിക്സിയിലടിച്ച് അതിൻ്റെ പേസ്റ്റ് ചേർക്കുന്നതാണ്. പിഴിയുമ്പോൾ അതിൻ്റെ ഇതെല്ലാം പിഴിഞ്ഞ് അതിൻ്റെ വേസ്റ്റ് കളയണ്ടേ. ഇതാകുമ്പോൾ ചൂട് കരിക്കുമ്പോൾ അതെല്ലാം നന്നായിട്ട് പേസ്റ്റായിട്ട് അടിച്ചെടുക്കാൻ സാധിക്കും. അപ്പം പിശറായിട്ടൊന്നും പോവില്ല. അപ്പം നമുക്കത് ഗ്രേവി ആയിട്ട് കുറുകാനായിട്ട് മറ്റു പൊടികളൊന്നും ചേർക്കാതെ തന്നെ ഇതിൻ്റെ പേസ്റ്റ് ഇട്ടാൽ മതി. വേറെ പൊടികളോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമുക്കത് ഉണ്ടാക്കാം. വരൂ കൂട്ടുകാരെ. പറയാൻ വിട്ടുപോയി, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു. നമുക്ക് തക്കാളിച്ചാറ് ഉണ്ടാക്കാൻ പോവാം. വരും. തക്കാളിച്ചാറ് ഉണ്ടാക്കാനായിട്ട് എല്ലാം ചട്ടി വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് തക്കാളി ഇടാം. ഇനി നമുക്കതിലേക്ക് മഞ്ഞൾപ്പൊടി ഇടാം. മഞ്ഞൾപ്പൊടി, ഒന്നര സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് മുളക് പൊടി, ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർക്കാം. തിളപ്പിച്ചാറിയ വെള്ളമാണേ. പച്ച വെള്ളം ഒഴിച്ചാൽ അതിന് ടേസ്റ്റ് കുറയും. എപ്പോഴും നമ്മൾ കറികളൊക്കെ വെക്കുമ്പോൾ തിളപ്പിച്ചാറിയ വെള്ളം തന്നെ ഒഴിക്കാൻ ശ്രമിക്കുക കേട്ടോ. ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വേപ്പില ഇതെല്ലാം മിക്സിയിൽ അടിക്കുന്ന കൂട്ടത്തിൽ ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ഇഞ്ചി ഒന്നും ഞാൻ ചേർക്കുന്നില്ല, വെളുത്തുള്ളി എല്ലാം ഞാൻ അതിൽ ചേർത്തിട്ടുണ്ട്. അപ്പം അതൊന്ന് വാടി മിക്സിയിൽ അടിഞ്ഞ് നന്നായിട്ട് പേസ്റ്റായിട്ട്, അപ്പോൾ വെളുത്തുള്ളിയുടെ എല്ലാം ഇഞ്ചിയുടെയും എല്ലാ ഗുണങ്ങൾ നമുക്ക് കിട്ടും. അല്ലെങ്കിൽ കുട്ടികളൊക്കെ ഇഞ്ചിയൊക്കെ പെറുക്കി കളയും. അപ്പോൾ ഇതാകുമ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റില്ല, അവരുടെ ഉള്ളിൽ ചെയ്യുന്നോളൂ. ഓക്കെ, ഇനി നമുക്ക് അടുപ്പ് കത്തിച്ച് ഇത് വേവിക്കാം. എല്ലാം ഉപ്പും എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആകാൻ വേണ്ടി നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടിയിട്ട് നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. ഇനി നമുക്ക് തേങ്ങ വറുത്തരക്കാൻ വേണ്ടി എടുത്തു വെച്ചിരിക്കുന്നു. വറുത്തരക്കല്ല, ഒന്ന് വാട്ടിയെടുക്കാൻ വേണ്ടി എടുത്തു വെച്ചിരിക്കുന്ന സാധനങ്ങളാണ്. ഉള്ളി, ചെറിയ ഉള്ളി മുഴുവനായിട്ടാണ്. അപ്പോൾ ഒന്ന് പകുതി വാടിയാൽ മതിയല്ലോ. അപ്പോൾ അവർ പച്ചച്ചുവ നിൽക്കും, അവർ വാട്ട ടേസ്റ്റ് നിൽക്കും. അപ്പം ഉള്ളി എടുത്തിട്ടുണ്ട്, ഇഞ്ചി ചതച്ചത്, ഉപ്പ്, കുരുമുളക്, വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക്, വേപ്പില, ഇത് തേങ്ങ ചിരവിയത്, അതുമായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് വാട്ടി എടുക്കാം. നന്നായിട്ട് ഇളക്കി അടുപ്പത്ത് നേരി തീയിൽ വാട്ടിയെടുക്കാം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കുന്ന മുരിഞ്ഞ് അലുമിനിയം ചട്ടി ആയതുകൊണ്ടേ. കണ്ടോ, നേരി തീയിലിങ്ങനെ നന്നായി ഇളക്കി കൊടുത്ത് ചെറുതായൊന്നും ഇതിന് മൂപ്പിച്ചെടുക്കാം. തീ കൂട്ടി വെച്ചാൽ അത് അടിക്ക് പിടിക്കും, അലുമിനിയം ചട്ടി ആയതുകൊണ്ട്. അപ്പം നമ്മളത് ശ്രദ്ധിക്കണം. ഫ്രൈ പാനിലാണെങ്കിൽ പ്രശ്നമില്ല, അടിക്ക് പിടിക്കില്ലല്ലോ. ഇവിടെ തക്കാളി വേവാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇപ്പുറത്ത് നമുക്ക് വറുത്ത് ഇതാ. അപ്പോൾ ഇത് രണ്ടും ഒപ്പമാവും. അത് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്കിത് മൂത്ത് മിക്സി ആറിയ ശേഷം നമുക്കത് മിക്സിയിൽ അടിക്കാം. അത് നേരി തീയിൽ വെച്ച് വേവിച്ചാൽ മതി. ആദ്യം ഒന്ന് തിള വന്ന ശേഷം തീ കുറച്ച് നേരി തീയിൽ വേവിച്ചാൽ മതി കേട്ടോ.
എല്ലാം കൂടി ഇങ്ങനെ ഇട്ട് ചെയ്യുന്ന കൊണ്ടുള്ള എളുപ്പം എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോന്നോരോന്നായിട്ട് വിട്ടുപോവില്ല. എല്ലാം ഓർത്തെടുത്ത് ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഓരോന്നും ഇട്ടങ്ങോട്ട് ആദ്യമേ തന്നെ ഇട്ടങ്ങോട്ട് എല്ലാം ആകുമ്പോൾ ഒന്നിച്ചങ്ങ് ആയിക്കോളുമല്ലോ. കണ്ടോ, ഇത്രയും വാടിയാൽ മതി നമുക്ക്. ഇനി ഇത് ചൂടാറിയ ശേഷം നമുക്ക് മിക്സിയിലിട്ട് അടിച്ച് പേസ്റ്റാക്കി എടുക്കാം. മഴയുള്ളതുകൊണ്ട് കേൾക്കാമോന്ന് അറിയില്ല കേട്ടോ. ഇത് മിക്സിയിൽ ചൂടാറിയ ശേഷം മിക്സിയിൽ അടിച്ച് പേസ്റ്റാക്കി എടുക്കാം. തക്കാളി നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്തിടാം. നമുക്ക് തേങ്ങ നന്നായി വാട്ടിയെടുത്തതിലേക്ക് തിളപ്പിച്ചാറിയ വെള്ളമൊഴിച്ച് മിക്സിയിൽ അടിച്ചെടുക്കാം. നന്നായിക്കൊക്കെ നിന്നോട്ടെ വെള്ളം. നമുക്കിതിലേക്ക് തേങ്ങ അടിച്ചെടുത്തത് ചേർക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കും. ഇത് തിളച്ച് പോവാതെ സ്റ്റവ് ഓഫ് ചെയ്യണം. ഈ ആ തേങ്ങ കൂടുതൽ ഇതായ ആ ഒരു ടേസ്റ്റ് കുറയും. ഇനി നമുക്ക് അടുപ്പത്തൊരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിടാം. വെളിച്ചെണ്ണ ചൂടായ ശേഷം നമുക്കതിലേക്ക് കടുകിടാം. വെളിച്ചെണ്ണ ചൂടായിട്ട് നമുക്കതിലേക്ക് കടുകിടാം. കടുക് പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട്. നമുക്കിത് കറിയിലേക്ക് ഇടാം. നമ്മുടെ തക്കാളിച്ചാറ് റെഡി ആയിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം.